ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമും ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. നീ അത് പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു വെക്കണം ഞങ്ങളെ ഉദ്ദേശിക്കുന്നു? ഞങ്ങൾ ഇവിടെ ജീവിക്കാം. ഇവന്റെ ഒക്കെ തന്തക്ക് സ്ത്രീധനം കിട്ടിയ രാജ്യം ഇന്ത്യ രാജ്യം. ഇവനാണ് പറയാണ് പാകിസ്ഥാനിക്ക് പോയിക്കോളി എന്നാണ് പറയുമ്പോൾ പോകാന്. PC ജോർജ് അന്നെയൊക്കെ കൊണ്ടേ ഞങ്ങൾ പോകുള്ളൂ. അങ്ങനെ പാകിസ്ഥാനിക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വന്നാൽ അന്നെയൊക്കെ കൊണ്ടേ ഞങ്ങൾ പോകുള്ളൂ. ഞങ്ങൾ അങ്ങനെ മോശപ്പെട്ട ആൾക്കാരൊന്നല്ല. ഇജെന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അന്റെ മുന്നിലൊന്നും മതേതരത്വം തെളിയിക്കേണ്ട ഒരു ഗതികേടും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇല്ല. അത് ഇജാണ് മനസ്സിലാക്കിക്കോ. എന്ത് വർഗീയതയും എന്ത് തോന്നിയാസം പറയാൻ പറ്റുന്ന ഒരു നാടായിട്ട് നമ്മളെ കേരളം മാറിയല്ലോ. ഇവനെ പോലെയുള്ള വർഗീയ കോമരങ്ങളെ തളച്ചിടാന് എന്തേ പിണറായി സർക്കാരിന് കഴിയാതെ പോകുന്നു? ഇവിടുത്തെ മാപ്പിള സഖാക്കന്മാരുണ്ടല്ലോ, എൻ്റെ വീഡിയോന്റെ അടിയിൽ ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് ഈ ഭരണ സംഘികൾക്ക് പണയം വെച്ചതാണെന്ന് പറയുമ്പോൾ വന്ന് കമന്റ് ഇടുന്ന മാപ്പിള സഖാക്കളെ പറയും 24 മണിക്കൂറിൽ. അപ്പൊ ഇതിപ്പോ യാസിർ പൂക്കോട്ടുംപാടാണ് ഈ കോലത്തിൽ സംസാരിച്ചു കഴിച്ചാൽ എൻ്റെ വീട് വളഞ്ഞ് ഇന്നെ കുത്തി പൊന്തിച്ച് ഇന്റെ എല്ലാം എടുത്തുങ്ങാണ്ട് കൊണ്ടുപോകാൻ എന്തോ ഒരു ആവേശക്കാരം അല്ലേ? ഇപ്പൊ PV അൻവറിനെ കൊണ്ടുപോകാൻ എത്രങ്ങാനും പോലീസ് സന്നാഹ വന്നത്. പെട്ടെന്ന് എത്ര പെട്ടെന്നാണ് അതൊക്കെ നടന്നത്. PC ജോർജിനെ ഈ കോലത്തിൽ ഒന്ന് അതായത് ആർക്ക് കേട്ടാലും ഇതൊരു വർഗീയതയാണ്. മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദി പാകിസ്ഥാനിക്ക് പോകാനാ പറയുന്നത്. ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മതവിഭാഗത്തിനെ മുഴുവനും അവഹേളിച്ചിട്ട്. നേരെ മറിച്ച് ഇവിടെ സംഭവിക്കുക എന്താണെന്ന് അറിയാം, ഇതിനൊരു ചുക്കുങ്ങളെ കൊണ്ട് ചെയ്യാനും കഴിയൂല. ഇതിനൊക്കെ മൗനാനുവാദം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും മതനിരപേക്ഷ സർക്കാർ. അങ്ങനെയല്ലേ നിങ്ങളെ പറയല്? ആർജവുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കും. അതാ വേണ്ടത്. നോക്കൂ, എന്തും പറയാന്നായല്ലേ നമ്മളെ കേരളത്തിൽ അല്ലേ? എന്തൊക്കെയാണ് ഇവൻ വിളിച്ചു പറയുന്നത്? എന്തൊക്കെയാണ് ഇവന്റെ വായിൽ നിന്ന് വരുന്ന മാലിന്യ വിസർജനം? തീട്ടം വിസർജിക്കാണ് ഇവൻ കുത്തിരുന്നങ്ങാണ്ട്. ശരിക്കും ഇവനോട് പറയേണ്ട ഭാഷ വേറെയാണ്. അത് ശരിക്കും പൊതുസമൂഹത്തിൽ ഇപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവനൊക്കെ നേരിട്ട് കണ്ട ശക്തമായ രീതിയിൽ നമ്മൾ പറയും. നമ്മളെ നാട്ടിൽ എത്രയോ മതങ്ങളുണ്ട്, എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മളെ നാട്ടിലുണ്ടാവും. എന്ന് വിചാരിച്ചിട്ട് ഈ കോലത്തിൽ വന്നിട്ട് ഒരു മതവിഭാഗം മുഴുവനും മറ്റു രാജ്യത്തേക്ക് പോകണം എന്ന് പറഞ്ഞാല് ഇവൻ ആരാതിനൊക്കെ ലൈസൻസ് നൽകിയത്? ഇവനൊക്കെ ഇങ്ങനെ പറയാനുള്ള ലൈസൻസ് ഇങ്ങനെ മൗനാനുവാദം നൽകുന്നത് ഈ സർക്കാരാണ്. എത്ര തവണ ഇവനൊക്കെ ഇതൊക്കെ ആവർത്തിച്ചു കഴിഞ്ഞു. ശക്തമായ രീതിയിലൊരു നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവനെ കൊണ്ടുപോയി അകത്തിടാൻ ആർജവമില്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ എന്തും ഏത് മോനും എന്തും പറഞ്ഞൂടെ? എന്നിട്ട് ഇവനെ പോലെയുള്ള നാറികൾ വന്നിട്ട് ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു ഉളുപ്പില്ലാതെ, ഒരു അന്തസ്സുമില്ലാതെ, ഒരു ലജ്ജയില്ലാതെ വർഗീയ വിഷം ഇങ്ങനെ തുപ്പുക. എന്നിട്ട് മതനിരപേക്ഷ സർക്കാർ ഇരട്ട ചങ്ക് ഞങ്ങളുണ്ടായതുകൊണ്ടാണ് ഇവിടെ മറ്റേ ഇതുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് തള്ളണേ. ഒരൊറ്റൊന്ന് നിങ്ങളെ പിണറായി വിജയനെ വിളിക്കി, വിജയേട്ടാ ഇങ്ങനെ ഒരു വിഷയമുണ്ട് കണ്ടോന്ന് ചോദിക്കി. അല്ലെങ്കിൽ നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഇത് അറിഞ്ഞിക്കണോന്ന് ചോദിക്കും. സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് ഇന്റലിജൻസ് വിഭാഗങ്ങളും IT സെല്ലും മറ്റേതൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഇത് അറിഞ്ഞിക്കണമെങ്കിൽ ഇവനെതിരെ ഒരു ശക്തമായ രീതിയിലുള്ള ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചു നോക്കി. അപ്പൊ ചിലപ്പോൾ മൂപ്പര് പറയും കഴിയൂല, നമുക്ക് കുറെ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് എന്ന് പറയും. അതേ ഇതിലുണ്ടാവുള്ളൂ. ഏതായാലും ഒരുപാട് ആളുകൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ കേസുകൾ അതാത് സ്റ്റേഷനുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായ പോരാട്ടമാണ് ഇവനെതിരെയൊക്കെ വേണ്ടത്. അതിന് മതേതര ചേരികൾ ഒന്നിച്ചു നിൽക്കണം. കാരണം ഒരു മതസമൂഹത്തെ മുഴുവനും വർഗീയവാദികളും തീവ്രവാദികളും വിളിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന വർഗീയത മാത്രം ചീറ്റുന്ന BJPയുടെ MLA MP കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചില സംഘീയ നേതാക്കന്മാരൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോട് കടപിടിക്കുന്ന രീതിയിൽ PC ജോർജും ഈ കേരളത്തിൽ ഈ പണി തുടങ്ങുകയാണെങ്കിൽ ഇത് മുളയിലേ നുള്ളുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോട്, ഇവിടുത്തെ ഭരണം കൈയാളുന്ന CPM-നോട്, ഇടതുപക്ഷത്തോട് പറയാനുള്ളത്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിക്കുന്നു. PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് മതേതര സമൂഹം ഇപ്പോൾ എടുക്കേണ്ട ചുമതല, കടമ എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. അതല്ലെങ്കിൽ ഈ ഭരണകൂടത്തിന് ഈ മതനിരപേക്ഷത എന്നൊക്കെ മാറ്റിയിട്ട് നിങ്ങളും ഓല കൂട്ടത്ത് കൂടിയാലേ പിന്നെ ഇപ്പൊ നിങ്ങളെ പ്രതീക്ഷിക്കാണ്ട് ഈ കേരള സമൂഹത്തിന് നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇവനെ പോലെയുള്ള നാറികൾ ഇനിയും ഇങ്ങനെ ആയാസം കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഇത്തരം നമ്മളെ മതങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരും എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. മോനെ ജോർജെ,
അങ്ങനെ പാകിസ്ഥാനിക്ക് നമുക്ക് വണ്ടി കയറേണ്ട ഒരു അവസ്ഥ വന്നാൽ അന്നൊക്കെ കൊണ്ടേ നമ്മൾ പോവുള്ളൂ, കളം വിടുള്ളൂ മോനെ. ഓക്കെ, അത് കരുതിയിരുന്ന കേട്ടോ.